എന്തുകൊണ്ട് നിങ്ങൾ BJP ക്യാമ്പ് വിട്ട് കോൺഗ്രസിലേക്ക് വന്നു? അത് ഉത്തരം പറ. അത് ഇപ്പോൾ നിൽക്കുന്ന രാഹുൽ ഗാന്ധിയുമായി നേരെ ഓപ്പോസിറ്റ് നിൽക്കുകയാണ് നരേന്ദ്രമോദി. ഈ 2 മാസങ്ങൾ കൊണ്ട് നരേന്ദ്രമോദി എങ്ങനെ തള്ളിപ്പറയാൻ കഴിഞ്ഞത് സന്ദീപിന്? പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഫുഡും മോശം, ഒരുമാതിരി കുറ്റവാളികളോട് പെരുമാറുന്ന പോലെ ഒരു പെരുമാറ്റോ. സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യനാവുമ്പോ പരിണാമങ്ങൾ ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. 100%. സമ്മതിച്ചേ? ആണല്ലോ. എനിക്കത് അറിഞ്ഞാ മതി. ഞാൻ പറഞ്ഞല്ലോ, ഇതുവരെ ഞാൻ പിന്തുടർന്ന എല്ലാ പ്രത്യയശാസ്ത്രങ്ങളെയും ഉപേക്ഷിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇതുവരെ ഞാൻ പിന്തുടർന്ന എല്ലാ പ്രത്യയശാസ്ത്രങ്ങളെയും ഉപേക്ഷിച്ച് ഹിന്ദുത്വ എന്ന ആശയത്തെ പൂർണ്ണമായും കൈയൊഴിയാണ്. എന്റെ പൊന്നു വായി എന്നെ കുഴപ്പിക്കരുത്. കോൺഗ്രസിന്റെ ആശയം മതനിരപേക്ഷതയാണ്, മതേതരത്വമാണ്. അപ്പൊ ഹിന്ദുത്വം ഇനിയില്ല. എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. ആ ആശയത്തെ ഉൾക്കൊള്ളുമ്പോൾ മറ്റൊരു ആശയത്തിനും പ്രാധാന്യമേ ഇല്ല, പ്രസക്തിയേ ഇല്ല. എന്നിട്ട് സന്ദീപ് ഏറ്റവും കൂടുതൽ എതിർത്തത് നെഹ്റുവിന്റെ രാഷ്ട്രീയത്തെയാണ്. അപ്പൊ നെഹ്റുവിന്റെ രാഷ്ട്രീയത്തെ, നെഹ്റുവിന്റെ തലമുറയെ സന്ദീപ് ഇനി ആശ്ലേഷിക്കാൻ പോവുകയാണ്. പലപ്പോഴും കോൺഗ്രസിനെ രാജ്യദ്രോഹികൾ എന്ന് വിളിച്ചു. പപ്പുമോൻ എന്ന് രാഹുലിനെ വിളിച്ചതിന് കണക്കില്ല. പറഞ്ഞിട്ടില്ല. രാജ്യത്തിന്റെ വളർച്ചയെ പിന്നോട്ട് നയിച്ചത് കോൺഗ്രസ് എന്ന ആക്ഷേപവും ബാക്കി. സംശയമൊന്നുമില്ലല്ലോ അല്ലേ? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.